ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കണ്. അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു അൺബോക്സിങ് കാണാം അല്ലേ. ഞാൻ മിൽട്ടൻ്റെ ഇൻഫ്രാ കുക്ക് ടോപ്പ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ്ങുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ 2200 വാട്ടിൻ്റെയാണ് വാങ്ങിയത്. ഞാനൊരു ഇൻഫ്രാ കുക്ക് ടോപ്പ് വാങ്ങണം എന്നിങ്ങനെ പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ട് കുറേ ദിവസമായിട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു മാനുവൽ വന്നിട്ടുണ്ട്, കൂടാതെ ഒരു ഗ്രില്ലും വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലെല്ലാ പോട്ടുകളും യൂസ് ചെയ്യാമെന്നാണ് ഇവർ പറയുന്നത്. 4 പ്രീ കുക്കിംഗ് മോഡ്സ് വന്നിട്ടുണ്ട്. സ്റ്റിയർ ഫ്രൈ, ബേബിക്യൂ, ഹോട്ട് പോട്ട്, സ്റ്റീം, ഇത് 4 വന്നിട്ടുണ്ട് കേട്ടോ. ഡിജിറ്റൽ ടൈമറും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേ വാട്സിൻ്റെ ഡിസ്പ്ലേയും വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഗ്രില്ല് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് BBQ ഒക്കെ ചെയ്യാമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മൺചട്ടി, അലുമിനിയത്തിൻ്റെ കാസ്റ്റ് അയൺ, ഫ്രെയിം പാൻസ്, ഏത് ടൈപ്പ് പാനുകളും യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഇൻഡക്ഷൻ കുക്കർ നമുക്കിങ്ങനെ സർഫസിൽ തൊടാനൊക്കെ പറ്റും, ചൂടാവില്ല. പക്ഷേ ഇത് അതുപോലെയല്ല, നമുക്കിതിൻ്റെ സർഫസിൽ തൊടാനായിട്ട് പറ്റില്ല കേട്ടോ. ഇതിൻ്റെ ഒരു പ്ലേറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തൊടാനായിട്ട് പറ്റില്ല. ഇവിടെ നമുക്ക് ചൂട് കൺട്രോൾ ചെയ്യാനുള്ള ഒരു നോബും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വെള്ളമൊക്കെ തിളച്ച് കിട്ടി. ഞാൻ ഈസി കുക്ക് യൂസ് ചെയ്യുന്നത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. എന്നോട് പലരും ചോദിക്കാറുണ്ട്. അത് ഭയങ്കര കറണ്ട് ബില്ലാട്ടോ. കറണ്ട് ബില്ല് നന്നായിട്ട് വരുന്നുണ്ട്. അതാണ് വേറെ വാങ്ങാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ എല്ലാ പാത്രങ്ങളും വെച്ച് നോക്കി, ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിൽ ഈസി കുക്കിൻ്റെ ഒന്നും മാതിരിയല്ല, നമ്മൾ കുട്ടികൾ തൊടുന്നതൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വെള്ളമൊക്കെ തിളച്ച് കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ മൺചട്ടിയും വെച്ച് നോക്കിട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ചോദിക്കണമെങ്കിൽ ഞാൻ തരാം, പക്ഷേ വാങ്ങിയിട്ടേ ഉള്ളൂ, റിവ്യൂ പറയാനായിട്ടില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബ്ലെൻഡർ പറഞ്ഞ പോലെ തന്നെ ഒരു മാസമെങ്കിലും ഉപയോഗിച്ചതിന് ശേഷം ഞാൻ റിവ്യൂ പറയാട്ടോ. ആത്മാർത്ഥമായിട്ടുള്ള റിവ്യൂ പറഞ്ഞു തരാം. ഇപ്പോൾ ജസ്റ്റ് അൺബോക്സിങ് കാണിച്ചു എന്നേ ഉള്ളൂ. അത് പറഞ്ഞപ്പോഴാണ് ഈ ഒരു വെസിൽ എല്ലാവരും ലിങ്ക് ചോദിക്കാറുണ്ട്, പക്ഷെ ലിങ്ക് ഇല്ല. ഞാൻ ഓൾട്ടൈൻ്റെ ആണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പിക്ചർ കൊടുത്തിട്ട് ആമസോണിലൊന്ന് ചെക്ക് ചെയ്തു. അപ്പോഴുള്ള അവസ്ഥയാണ് ഇത് കേട്ടോ. അപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതിൻ്റെ റേറ്റ് ഇതിൽ കണ്ടില്ല. ഞാൻ 2000 രൂപക്ക് വാങ്ങിയ പോട്ടാണ് കേട്ടോ. 4-5 വർഷം മുന്നേയാണ്. പക്ഷെ അത് നോൾട്ടൻ്റെ ആണ്. ഇതിൽ കാണിക്കുന്ന ബ്രാൻഡ്സൊക്കെ വേറെയാണ്. അതേ മോഡൽ ഇറക്കിയതായിരിക്കും നോൾട്ട എന്നാണ് തോന്നുന്നത്. പക്ഷെ നല്ല പോട്ടാണ്. ഇപ്പോൾ ലിങ്ക് തരാൻ എനിക്കൊരു നിവൃത്തിയില്ല കേട്ടോ. ഇതാണ് അവസ്ഥ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.